അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എന്റെ പുതിയ കഥയിലേക്ക് സ്വാഗതം. അഗ്നിപരീക്ഷണങ്ങളുടെ മേലാപ്പെടുത്തെറിഞ്ഞ് വിജയശ്രീലാളിതനായി ലോകചരിത്രത്തില് അതുല്യ വ്യക്തിത്വമായി തീർന്നവരാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. ഖലീലുല്ലാഹി എന്ന അപരനാമത്തില് അറിയപ്പെടുന്ന ഇബ്രാഹിം നബി മനുഷ്യകുലത്തിന് ഒരു കുടുംബ നായകത്വത്തിലും ആതിഥേയ മര്യാദയിലും മാതൃകാ പുരുഷനായിരുന്നു. പത്നി ഹാജറയും മകന് ഇസ്മായിലുമടങ്ങുന്ന ആ മാതൃകാ കുടുംബം അനുഭവിച്ച പരീക്ഷണകാലം ഇബ്രാഹീമിയ ചരിത്രത്തിലെ മായാത്ത സ്മരണകളാണ്. ജനനം. നമ്രൂദിന്റെ ഭരണകാലത്ത് വാനിൽ പുതിയൊരു നക്ഷത്രം ഉദിച്ചു. അപ്പോൾ ജ്യോത്സ്യന്മാര് പ്രവചിച്ചു, നമ്രൂദിന്റെ രാജ്യത്ത് ഒരു ആണ് കുഞ്ഞ് ജനിക്കുകയും അവന് നമ്രൂദിന്റെ അന്തകനുമായിരിക്കും. ഭയവിഹ്വലനായ രാജാവ് രാജ്യത്തെയാണ് കുഞ്ഞുങ്ങളെ ഒന്നടങ്കം കശാപ്പ് ചെയ്യാനും പുരുഷന്മാരോട് ഭാര്യ സംസർഗം ഉപേക്ഷിക്കാനും കൽപ്പിച്ചു. മാത്രമല്ല ബാബിലോണിയയിൽ നിന്ന് തലസ്ഥാനം മറ്റൊരിടത്തേക്ക് മാറ്റി. പക്ഷെ ഇതിനിടയിൽ ആസര്, താറക് ആണെന്ന് അഭിപ്രായമുണ്ട്. അമീല, ഗുനാ ആണെന്ന് അഭിപ്രായം. ദമ്പതികൾക്ക് ഇബ്രാഹിം എന്ന ആൺകുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിരുന്നു. ഭയചകിതയായ മാതാവ് ഒരു ഗുഹയിലായിരുന്നു ഇബ്രാഹിം നബിയെ പ്രസവിച്ചത്. വളർന്നു വലുതായ ഇബ്രാഹിം ഏകദൈവ വിശ്വാസത്തെ തന്റെ ജനതയോട് ഉദ്ബോധിപ്പിച്ചു. അങ്ങനെ രാത്രിയായപ്പോൾ അദ്ദേഹം ഒരു നക്ഷത്രം കണ്ടു. ഇതാണ് എന്റെ നാഥൻ എന്ന് പറഞ്ഞു. പിന്നെ അത് അസ്തമിച്ചപ്പോൾ മറഞ്ഞു പോകുന്നവരെ ദൈവമായി ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അനന്തരം ചന്ദ്രൻ ഉദിച്ചപ്പോൾ ഇതാണ് എന്റെ റബ്ബ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതും അസ്തമിച്ചപ്പോൾ അദ്ദേഹം പ്രതികരിച്ചു, എന്റെ നാഥന് എനിക്ക് മാർഗദർശനം നൽകുന്നില്ലെങ്കിൽ ഞാൻ വഴികേടിലായിത്തീരും. പിന്നീട് സൂര്യന് ഉദിച്ചപ്പോൾ ഇതാണ് എന്റെ നാഥനെന്നും ഏറ്റവും വലുതാണല്ലോ ഇതെന്നും അദ്ദേഹം പ്രസ്താവിച്ചു. അതും അസ്തമിച്ചപ്പോൾ നബി പറഞ്ഞു, എന്റെ ജനങ്ങളെ അല്ലാഹുവിനോട് നിങ്ങൾ പങ്കുചേർക്കുന്നവയിൽ നിന്നെല്ലാം നിശ്ചയം ഞാൻ മുക്തനാകുന്നു. ഭൂവനവാനങ്ങൾ പടച്ച നാഥനിലേക്ക് ഞാനിതാ മുഖം തിരിച്ചിരിക്കുന്നു. സൽപാന്താവിനെ അഭിമുഖീകരിക്കുന്നവനാണ് ഞാൻ. ബഹുദൈവ വിശ്വാസികളിൽ പെടുന്നവനല്ല. അനാം 75 മുതൽ 79 വരെ. പ്രബോധനം. ഏകദൈവ വിശ്വാസത്തിലേക്ക് സ്വജനതയെ വഴി നടത്താൻ ഇബ്രാഹിം നബി നിരവധി വാഗ്വാദങ്ങൾ നടത്തി. ഇബ്രാഹിം നബി പിതാവ് ആസറിനോട് ചോദിച്ച രംഗം സ്മരണീയമാണ്. ബിംബങ്ങളെയാണോ താങ്കൾ ദൈവങ്ങളായി വച്ചിരിക്കുന്നത്? താങ്കളും ജനതയും സ്പഷ്ടമായ ദുർമാർഗത്തിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അനാം 74. പിതാവെ, കേൾക്കുകയോ കാണുകയോ താങ്കൾക്കെന്തെങ്കിലും പ്രയോജനമേകുകയോ ചെയ്യാത്ത വസ്തുവിനെ എന്തിനാണ് ആരാധിക്കുന്നത്? മറിയം 42. മകന്റെ ധിക്കാരം പിതാവിനെ കോപാകുലനാക്കി. പിതാവ് മുന്നറിയിപ്പ് നൽകി, ഇബ്രാഹിമെ, എന്റെ ദൈവങ്ങളെ അവഗണിക്കുകയാണോ? ഈ നിലപാട് മാറ്റുന്നില്ലെങ്കിൽ നിന്നെ ഞാൻ എറിഞ്ഞു കൊല്ലുക തന്നെ ചെയ്യും. നീ ദീർഘകാലത്തേക്ക് എന്നെ വിട്ടുപോകണം. മറിയം 46. പിതാവ് തന്റെ വാദങ്ങൾ സ്വീകരിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു, താങ്കൾക്ക് സലാം. താങ്കൾക്ക് വേണ്ടി ഞാൻ എന്റെ രക്ഷിതാവിനോട് പാപമോചനം തേടാം. തീർച്ചയായും അവന് എന്നോട് ദയയുള്ളവനാകുന്നു. നിങ്ങളെയും അല്ലാഹുവിനു പുറമെ നിങ്ങൾ പ്രാർത്ഥിച്ചു വരുന്നവരെയും ഞാൻ വെടിയുന്നു. എന്റെ രക്ഷിതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കുന്നത് മൂലം ഞാൻ പരാജിതരാവാതിരുന്നേക്കാം. മറിയം 47, 48. തന്റെ പിതാവിനോടും തന്റെ ജനതയോടും അദ്ദേഹം ഇപ്രകാരം ചോദിച്ച സന്ദർഭം ശ്രദ്ധേയമത്രേ. നിങ്ങൾ പൂജിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രതിമകൾ എന്താകുന്നു? അവര് പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കന്മാര് ആരാധിച്ചു വരുന്നതായിട്ടാണ് ഞങ്ങൾ കണ്ടത്. അപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു, നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും വ്യക്തമായ വഴികേടിലായിരിക്കുന്നു. അവര് പറഞ്ഞു, നീ ഞങ്ങളുടെ അടുത്ത് സത്യവും കൊണ്ട് വന്നിരിക്കുകയാണോ? അല്ല, നീ കളവ് പറയുന്നവരിൽ പെട്ടവനാണോ? അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ രക്ഷിതാവ് ആകാശങ്ങളുടെയും ഭൂമികളുടെയും രക്ഷിതാവും സൃഷ്ടാവുമാകുന്നു. ഞാൻ അതിന് സാക്ഷ്യം വഹിക്കുന്നവരുടെ കൂട്ടത്തിലാകുന്നു. അല്ലാഹു തന്നെ സത്യം. തീർച്ചയായും നിങ്ങൾ പിന്നിട്ട് പോയതിനു ശേഷം ഞാൻ നിങ്ങളുടെ വിഗ്രഹങ്ങളുടെ കാര്യത്തിൽ ഒരു തന്ത്രം പ്രയോഗിക്കുന്നതാണ്. അംബിയ 52 മുതൽ 57 വരെ. തക്കം പാത്തിരുന്ന ഇബ്രാഹിമിന് അവസരം വന്നെത്തി. അന്നാട്ടുകാർക്ക് വർഷത്തില് ഒരു തവണ ഗ്രാമത്തിനു പുറത്തേക്ക് പോകുന്നു അന്ന്. ആഘോഷത്തിൽ പങ്കുചേരാന് ഇബ്രാഹിം അലൈഹിസ്സലാം നെ പിതാവ് വിളിച്ചപ്പോൾ നക്ഷത്രത്തിലേക്ക് നോക്കിയിട്ട് നബി പറഞ്ഞു, ഞാൻ രോഗിയാണ്. ജനങ്ങൾ പോയതിനുശേഷം ദൈവങ്ങളുടെ നേരെ തിരിഞ്ഞു ചോദിച്ചു, നിങ്ങൾക്കെന്തുപറ്റി? നിങ്ങൾ തിന്നുന്നില്ലേ? തുടർന്ന് അവർക്ക് മനസ്സിലാകാനു വേണ്ടി വലിയ ബിംബത്തെ ഒഴികെ ബാക്കിയുള്ളതിനെയെല്ലാം തകർത്തു കളഞ്ഞു. ജനങ്ങൾ ആഘോഷം കഴിഞ്ഞെത്തിയപ്പോൾ തങ്ങളുടെ ആരാധ്യമൂർത്തികളുടെ അവസ്ഥ കണ്ട് അവര് പറഞ്ഞു, നമ്മുടെ ദൈവങ്ങളെക്കൊണ്ട് ഇത് ചെയ്തവന് ആരാണ്? തീർച്ചയായും അവന് അക്രമികളിൽ പെട്ടവന് തന്നെയാണ്. ചിലര് പറഞ്ഞു, ഇബ്രാഹിം എന്ന് വിളിക്കപ്പെടുന്ന ചെറുപ്പക്കാരന് ആ ദൈവങ്ങളെപ്പറ്റി പരാമർശിക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അവര് പറഞ്ഞു, എന്നാൽ നിങ്ങൾ അവനെ ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരൂ. അവര് സാക്ഷ്യം വഹിച്ചേക്കാം. ഇബ്രാഹിം അലൈഹിസ്സലാം നെ ഹാജരാക്കിയപ്പോൾ അവർ ചോദിച്ചു, ഇബ്രാഹിമെ, നീയാണോ ഞങ്ങളുടെ ദൈവങ്ങളെക്കൊണ്ട് ഇത് ചെയ്തത്? അദ്ദേഹം പറഞ്ഞു, എന്നാൽ അവരുടെ കൂട്ടത്തിലെ ഈ വലിയവനാണ് അത് ചെയ്തത്. അവന് സംസാരിക്കുമെങ്കിലും നിങ്ങൾ അവനോട് ചോദിച്ചു നോക്കൂ. അപ്പോൾ അവര് സ്വമനസ്സുകളിലേക്ക് തന്നെ മടങ്ങി. എന്നിട്ടവർ അന്യോന്യം പറഞ്ഞു, നിങ്ങൾ തന്നെയാണ് അക്രമികള്. പിന്നെ അവര് തലകുകത്തനെ മറിഞ്ഞു. അവര് പറഞ്ഞു, അവര് സംസാരിക്കുകയില്ലെന്ന് നിനക്കറിയാമല്ലോ. അപ്പോൾ ഇബ്രാഹിം നബി ചോദിച്ചു,
നിങ്ങൾക്ക് യാതൊരു ഉപകാരവും ഉപദ്രവമോ ചെയ്യാത്ത വസ്തുക്കളെ അല്ലാഹുവിനു പുറമെ നിങ്ങൾ ആരാധിക്കുകയാണോ? അംബിയ 59 മുതൽ 66 വരെ. ധിക്കാരിയായ ഇബ്രാഹീമിനെ ശിക്ഷിക്കാന് രാജാവ് നമ്രൂദ് തീരുമാനിച്ചു. ജനങ്ങൾ വലിയ അഗ്നികുണ്ടാരം തയ്യാറാക്കാന് തുടങ്ങി. അവർക്ക് കഴിയുന്നത്ര വിറകുകൾ ശേഖരിച്ചു. തീകുണ്ടത്തിന് തീ കൊളുത്തിയപ്പോൾ മുൻപില്ലാത്തത്ര ആളലായിരുന്നു അതിന്. ഹൈസന് എന്നയാൾ ഉണ്ടാക്കിയ പീരങ്കി ഉപയോഗിച്ച് ഇബ്രാഹിം അലൈഹിസ്സലാം നെ അഗ്നികുണ്ടാരത്തിലേക്ക് തൊടുത്തു. അപ്പോൾ നബി മൊഴിഞ്ഞു, എനിക്ക് അല്ലാഹു മതി, ഭരമേൽപ്പിക്കാൻ ഏറ്റവും യോഗ്യന് അവനാണ്. അപ്പോൾ അല്ലാഹു അഗ്നിയോട് ഇബ്രാഹീമിന് തണുപ്പും രക്ഷയുമാകാൻ കൽപ്പിച്ചു. അംബിയ 69. ഇബ്രാഹിം നബി അഗ്നികുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് മുഹറം 10-നാണ്. ബാബിലോണിയക്കാര് വിഗ്രഹങ്ങൾക്കെന്ന പോലെ മെസപ്പെട്ടോമിയന് രാജാവ് നമ്രൂദിന് ദൈവീകത കൽപ്പിച്ചിരുന്നു. ജനങ്ങളുടെ ദുരാചാരം ഉച്ചാടനം ചെയ്യാൻ ഇബ്രാഹിം നബി വാദപ്രതിവാദം നടത്തി. ഖുർആൻ അത് ഇപ്രകാരം രേഖപ്പെടുത്തുന്നു: ഇബ്രാഹിം നബിയോട് തന്റെ നാഥന്റെ കാര്യത്തിൽ അവന് അധികാരം കൊടുത്തതുമൂലം കുതർക്കം നടത്തിയവനെ താങ്കൾ അറിയില്ലേ? എന്റെ നാഥന് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാണെന്ന് ഇബ്രാഹിം നബി പ്രസ്താവിച്ചപ്പോൾ 2 പേരെ വിളിച്ച് ഒരാളെ കൊല്ലുകയും മറ്റേയാളെ വെറുതെ വിടുകയും ചെയ്തു. ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യും എന്ന് അവന് തട്ടിവിട്ടു. എന്നാൽ അല്ലാഹു സൂര്യനെ കിഴക്കുനിന്നുദിപ്പിക്കുന്നു, നീ പടിഞ്ഞാറ് നിന്ന് കൊണ്ടുവാ എന്ന് ഇബ്രാഹിം നബി വെല്ലുവിളിച്ചപ്പോൾ ആ നിഷേധി ഉത്തരം മുട്ടി. ബഖറ 258. നമ്രൂദിന്റെ അഗ്നികുണ്ഡത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാം പത്നി സാറയോടൊപ്പം പലായനം ചെയ്തു. വഴിയിൽ ഒരു രാജാവ് പത്നി സാറ ബീവിയെ അസാഹാർഗിക പ്രവർത്തിക്ക് ഉദ്ദേശിച്ചെങ്കിലും അഭൗമികമായ വിഘ്നം പ്രകടമായപ്പോൾ രാജാവ് അതിൽ നിന്ന് പിന്തിരിയുകയും സാറ ബീവിക്ക് സമ്മാനമായി ഹാജറ ബീവിയെ നൽകുകയും ചെയ്തു. പിന്നീട് ഇബ്രാഹിം അലൈഹിസ്സലാം സാറയോട് ഈജിപ്തിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് യാത്ര തിരിച്ചു. അവരുടെ കൂടെ ഹാജറ യും ആടുകളും ധാരാളം സ്വത്തുക്കളും ഉണ്ടായിരുന്നു. സന്താന ഭാഗ്യം. ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹുവോട് സന്താന ഭാഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അല്ലാഹു അദ്ദേഹത്തോട് പുത്രഭാഗ്യത്തെപ്പറ്റി സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്തു. ബൈത്തുൽ മുഖദ്ദസിൽ 20 വർഷക്കാലം കഴിച്ചുകൂട്ടിയപ്പോൾ സാറ ബീവി ഇബ്രാഹിം നബിയോട് പറഞ്ഞു, എനിക്ക് അല്ലാഹു പുത്രഭാഗ്യം നൽകിയിട്ടില്ല. അതിനാൽ നിങ്ങൾ ഹാജറയെ വിവാഹം കഴിക്കുക. ചിലപ്പോൾ അല്ലാഹു സന്താനത്തെ നൽകിയേക്കാം. ഹാജറയെ സാറ ബീവി ഇബ്രാഹിം നബിക്ക് നൽകുകയും മഹദി ഗർഭം ധരിക്കുകയും ചെയ്തു. ഗർഭിണിയായപ്പോൾ മഹദിയുടെ ശരീരത്തിലെ മാറ്റങ്ങൾ കണ്ടു. തദവസരത്തിൽ സാറ ബീവി ഈർഷ്യത പ്രകടിപ്പിക്കുകയും ഇബ്രാഹിം നബിയോട് പരാതി പറയുകയും ചെയ്തു. മഹദിയോട് ഉദ്ദേശം പോലെ ചെയ്യാൻ ഇബ്രാഹിം നബി പറഞ്ഞു. ഇതുകേട്ട ഹാജറ ഭയന്നോടിയപ്പോൾ മലക്കുകൾ വന്നു തടയുകയും മടങ്ങാൻ കൽപ്പിക്കുകയും ഇപ്രകാരം പറയുകയും ചെയ്തു, നിങ്ങളുടെ ഗർഭം വരുത്തും. നിങ്ങളൊരു മകന് ജാം നൽകുകയും അവന് ഇസ്മായിൽ എന്ന നാമം നൽകുകയും ചെയ്യും. പിന്നീട് ലോകം അദ്ദേഹത്തിന്റെ കൈവരുതിയിൽ വരും. ഇസ്മായിൽ അലൈഹിസ്സലാം ജനിച്ചപ്പോൾ അല്ലാഹു ഇബ്രാഹിം നബിക്ക് സാറ യിൽ ഇസ്ഹാഖ് അലൈഹിസ്സലാം ജനിക്കുമെന്ന് സന്തോഷവാർത്ത അറിയിച്ചു. അപ്പോൾ ഇബ്രാഹിം നബി അല്ലാഹുവിനെ സാഷ്ടാംഗം നമിച്ചു വണങ്ങി. അഗ്നി പരീക്ഷ. മുലകുടി പ്രായമെത്തിയ ഇസ്മായിലിനെയും ഹാജറ യെയും മക്കയുടെ ഊഷര ഭൂവില് താമസിപ്പിക്കാൻ ഇബ്രാഹിമിന് ദിവ്യബോധമുണ്ടായി. ജലഗണിക കണികാണാത്തിടത്ത് ഹാജറ വെള്ളത്തിനായി സ്വഫ മർവ കുന്നുകളിൽ കയറിയിറങ്ങി. പിഞ്ചുകുഞ്ഞിന്റെ പാദമിട്ടടിച്ചെടുത്ത് സംസം ഉറവയെടുത്തു. വളർന്നു വലുതായപ്പോൾ ഇസ്മായിലിനെ അറുക്കാൻ അല്ലാഹുവിന്റെ ആജ്ഞ സ്വപ്നം മുഖേനയുണ്ടായി. അല്ലാഹുവിന്റെ ആജ്ഞ പോലെ പ്രവർത്തിക്കാൻ ഇസ്മായിൽ അലൈഹിസ്സലാം പിതാവിനോട് പറഞ്ഞു. മകന്റെ കഴുത്തിൽ കത്തിവെച്ചപ്പോൾ മുറിയുന്നേയില്ല. തൊട്ടടുത്തുള്ള പാറയിൽ വെട്ടിയപ്പോൾ പൊട്ടിത്തകർന്നു. തദവസരത്തിൽ താങ്കൾ സ്വപ്നം സത്യമാക്കിയിരിക്കുന്നുവെന്ന് സ്വാഫാത്ത് 104, 105 ദിവ്യവചനമിറങ്ങി. അനന്തരം ജിബ്രീല് അലൈഹിസ്സലാം മുഖേന കൊണ്ടുവന്ന സ്വർഗീയ ആടിനെ അറുത്ത് സംതൃപ്തരായി. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം പിന്നീട് അല്ലാഹുവിന്റെ ഇബ്രാഹിം നബി